എല്ലാ കമ്പിലും നമുക്ക് ഏതെങ്കിലും കമ്പ് ഇങ്ങോട്ട് വന്ന് നോക്കാം. എല്ലാ കമ്പും പൂത്ത് ചുരുങ്ങിയത് ഇപ്പം ഇതിൽ നിന്ന് ഈ പ്രാവശ്യം ഒരു 5 കിലോ, അതായത് ഒരു കൊലയിൽ ഇപ്പോൾ എത്ര റംബുട്ടാൻ ഉണ്ടാവുന്ന ആളുകൾക്ക് അറിയാലോ. അതായത് ഇവിടെ 2 കായതൊക്കെ പിടിച്ച് കുറച്ച് നേരത്തെ ഉണ്ടായതാണ്, ഏകദേശം കായായി. അതുപോലെ മൊത്തം നമുക്ക് ഇതിൻ്റെ റൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു 2.5-3 അടി വട്ടം ഉണ്ടാവില്ലേ, 3 അടി വട്ടം ഉണ്ടാവില്ലേ. അതായത് ഒരു ചെറിയ കിണറിൻ്റെ ഒരു ചെറുതല്ല, ഒരു കിണറിൻ്റെ വട്ടം ഉണ്ടാവില്ലേ. ഈ കമ്പ് മൊത്തത്തിൽ വട്ടത്തിലാണ് നിൽക്കുന്നത്. നമ്മൾ നല്ല ബുഷായ ചെടിയാണ്. ഇതിപ്പോൾ നമ്മൾ കൊടുക്കുന്നത് 30 കവറിലാണ്. ഇനി 2-4 കൊല്ലം ഇതിനകത്ത് തന്നെ വെച്ചാൽ മതി, മാറ്റേണ്ട ആവശ്യം കൂടെ അല്ല. ഇങ്ങനെ കൊണ്ടുപോയി വെക്കാൻ പറ്റും. മുരട് നോക്ക്, കൊണ്ടു നോക്ക്, ചെടീൻ്റെ മൂപ്പ് അറിയാൻ പറ്റും. ഒരു 5 വർഷം പ്രായമുള്ള ചെടിയാണ്. പോകുന്നത് ഇഷ്ടപ്പെടുന്നത് ഈ കാണുന്നത് കംപ്ലീറ്റ് അതാണ്. ഇത് രണ്ടും നമ്മുടെ അടുത്ത് പിന്നെ എന്ത് പ്ലാന്റ് ഹുസൈനെ ഇതൊന്നും എടുത്ത് പറയിട്ടാ. ഹുസൈനെ പൊട്ട നമ്മളെ അടുത്ത് എന്ത് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും അത് ബൾക്കായിട്ടുണ്ടാവും. 100 കണക്കിന് ഇപ്പോൾ ഇതും അവൈലബിൾ ആണ്. അത് ഇങ്ങനെ കൊണ്ട് പോകുന്നു. ഈ ചെടിയൊക്കെ നോക്കും, ഇതിലൊക്കെ എല്ലാത്തിലും അതിലാതെ കായ വലിയ, നേരത്തെ അവിടെ കാണിച്ച പോലെ വലിയ കായായിട്ടുണ്ട്. ഇവിടെ കൊലകൊലയായിട്ട് പിടിച്ചിട്ടുണ്ട്, അത് കായ പിടിച്ചതാണ്. അതേമാതിരി ഇപ്പുറത്ത് ഫ്ലവർ വരുന്നത്. ഇതിപ്പോ ഒരു എത്ര വട്ടം ഉണ്ടാവും, ഇത് അതിലും കൂടുതലുണ്ടാവും. ഇതൊരു 10 അങ്ങോട്ടും ഇങ്ങോട്ടും 10 അടി വീതി ഉണ്ടാവും. ശരിക്കും നല്ല പരന്നെടുക്കുന്നുണ്ട്, നല്ല പരന്ന്, അത്രയും പരന്ന്. ഇനി ഇതിൽ നോക്കാം, ഇത് പറഞ്ഞിട്ടില്ലേ നോക്കാം, ഇതിലെന്താ ഫ്ലവർ ഇല്ലേ, അതിൽ കായ നോക്കാം. വലിയ കായും ചെറിയ ഫ്ലവർ പോകണം നന്നായിട്ട് ചടന്ന് ഫ്ലവർ. അപ്പോൾ ഇതാണ് ഇതിൽ പുറത്തത് ഒരു കൊലയായിട്ടാണ് നിൽക്കുന്നത്, മൂത്തത്. പിന്നെ അതാ ഫ്ലവർ ഇനി നോക്കാം, ഒന്ന് കാണിച്ചതിലുള്ള ഫ്ലവർ. ഇതൊക്കെ എത്ര വലിപ്പമുണ്ട്. ഇതല്ല ഇത്ര. അതുപോലെ തന്നെ ഇനി ഹൈറ്റുള്ള ചെടി വേണ്ട, ഇതാ ഹൈറ്റ് നോക്കാം. ഇതിന്റെ മുകളിൽ നോക്കാം, ഫ്ലവർ ഇല്ലേ നോക്കാം. ഇതല്ല, ഈ കമ്പടക്കായ ഇതിന്റെ ഉണ്ടോ, ഇത് ഇവിടെ വന്നിട്ട് എടുത്താലേ കാണുള്ളൂ. അവിടെ എത്തിയിട്ടുണ്ടതിന്റെ കമ്പ് അങ്ങോട്ടൊക്കെ എത്തിയിട്ടില്ലേ. അതിന്റെ വണ്ണം മൂപ്പും ഇതാണ് വലിയൊരു മരം. ഇതാണ് ഇത്ര പോന്ന. ഇനി പുറത്തുള്ളതോ ഇത് വലിപ്പത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കാം. ഇത് ഇതിന് ഇത്രയും മൂത്ത് 5 വർഷമായ ചെടികളാണ്. ഇഷ്ടം പോലെ. അതായത് ഇപ്പോൾ വരുന്ന ഒരാൾക്ക് മിനിമം ഒരു 10-100 ചെടിയിൽ നിന്ന് സെലക്ട് ചെയ്യാം. മിനിമം 100 ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്തുണ്ടാവും. സ്ഥലമില്ലാത്തവർക്ക് റൂഫിന്റെ മുകളിൽ വെക്കാം, അങ്ങനെ വെക്കാം. അതിന് മാത്രം. അതായത് ഈ കവറിൽ ഇനി നമ്മൾ പറയുന്നുണ്ട് ഒരു 3-4 വർഷം കൂടെ ഈ കവറിൽ തന്നെ വെച്ചാലും അവർക്ക് ഇത് കിട്ടിക്കൊണ്ടിരിക്കും. അതിൽ കൊല നോക്കാം, ഇപ്പുറത്ത് വന്ന് നോക്കാം. അതിന്റെ കൈമുള്ള ഒരു കൊല നിറഞ്ഞു നിൽക്കുന്നു. അടിപൊളി. ഇത് കണ്ടോ, അതുപോലെ കായ പിടിക്കുന്നു, നിറയെ കാഴ്ച ഇഷ്ടം പോലെയാണ്, ഒരുപാടുണ്ട്. ഇങ്ങനെ ഇങ്ങോട്ട് വന്നൊക്കെ ഇതൊക്കെ തന്നെ ഈ ഇരിക്കുന്നതും അതിന്റെ മുകളിലുള്ളത് ഇഷ്ടം പോലെയാണ്. നമ്മൾ ആരെയും കൊണ്ടുപോയിട്ട് വീട്ടിൽ വെക്കുകയാണെങ്കിൽ എന്തെങ്കിലും വളം കൊടുക്കേണ്ട ആവശ്യമുണ്ട്? ഒന്നും ചെയ്യണ്ട. ഇതിപ്പോ ഇനി ഒരു 6 മാസത്തിനുള്ള എല്ലാ സംഭവം അതിനകത്ത് നമ്മൾ ചെയ്തു, അതിനകത്തുണ്ട്. അല്ല, ഇനി 6 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വളം? 6 മാസം ഇനി അടുത്ത കായ്ക്കുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് എന്തെങ്കിലും കുറച്ച് എല്ലുപൊടിയോ അല്ലെങ്കിൽ കുറച്ച് ആട്ടുംകാഷ്ടോ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ നമ്മൾ അതേ കൊടുക്കാറുള്ളൂ, ആ കെമിക്കൽ കൊടുക്കാറില്ല. ഇനിയിപ്പോ ഇത്രയും വലിയ എമൗണ്ട് വാങ്ങിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത ആൾക്കാർക്ക് ചെറിയ എമൗണ്ടിൽ ഇവിടെ ഇല്ലേ? അത് ചെറുത്